CPM-ന്റെ കുഴപ്പം അല്ലെങ്കിൽ CPM-നകത്തെ പ്രശ്നം, അവിടെ പോകാൻ കാരണക്കാരി ആയിട്ടുള്ള ഈ പറയുന്ന മുൻ മേയർ, ആ മേയറെ CPM തള്ളി പറയാതിരുന്നപ്പോൾ പോലും ആ മേയറുടെ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു, മര്യാദയ്ക്കല്ലായിരുന്നു, അല്ലെങ്കിൽ പെരുമാറേണ്ടത് ഇങ്ങനെ അല്ലായിരുന്നു എന്നൊക്കെ പ്രശാന്തിന് പറയാൻ അനുവാദം പാർട്ടി കൊടുത്തു. പാർട്ടി പറയാതെ പ്രശാന്ത് പറയത്തില്ല. ആ പറഞ്ഞിടത്ത് അവിടുത്തെ ആ കുഴപ്പത്തെ മറികടക്കാൻ ബ്രോ, അല്ലെങ്കിൽ എന്തോ ഇദ്ദേഹത്തെ അങ്ങനെ കണ്ടാ വിളിക്കുന്നില്ലേ, മേയർ ബ്രോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ജനസമ്മതിയായിട്ടുള്ള അദ്ദേഹം വന്നു ഇറങ്ങി. അപ്പൊ ഇനി തിരുവനന്തപുരത്ത് അവരുടെ ഒരു കുഴപ്പം ഓവർകം ചെയ്യുന്നതിന് വേണ്ടി സംസാരിക്കാനും, അല്ലെങ്കിൽ അത് പാർട്ടിക്ക് മനസ്സിലായി അതിനനുസരിച്ച് പെരുമാറുന്നതിനും തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു വർത്തമാനവും ആ രീതിയിലേക്ക് കാര്യങ്ങൾ തിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ശ്രീലേഖ അവിടെ ജയിക്കുന്നു, ശ്രീലേഖ അവതരിക്കുന്നു. ശ്രീലേഖ പേഴ്സണലി വിളിച്ചിട്ട് ഈ ഓഫീസിൻ്റെ കാര്യം പറയുകയും ആ പേഴ്സണൽ ടോക്ക് ഇയാൾ കൊണ്ടുവന്ന് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പൊതുജന മധ്യത്തിൽ ഇട്ടു കൊടുക്കുന്നു. BJP കണ്ടോ, ഒരു കോർപ്പറേഷൻ പിടിച്ചപ്പോൾ ഞാനൊരു എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിട്ടുള്ള ഒരു MLA അല്ലേ, ആ MLA എന്നുള്ള രീതിയിൽ ഞാനൊരു ഓഫീസൊക്കെ ആയിട്ട് ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി ശാസ്ത്രമംഗലം തിരിക്കുകയല്ലേ, എന്നോട് വിളിച്ച് പറയും ഓഫീസ് മാറണം. അപ്പോൾ ഇതെന്തോ കാലമായിരിക്കും, ഇപ്പോൾ കേരളം പിടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലൊക്കെ വർത്തമാനമുണ്ട്. പക്ഷെ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ടല്ലോ. ഞാൻ അങ്ങനെയല്ല, എൻ്റെ അനിയനാ, എൻ്റെ വീട്ടുകാരനാ, എൻ്റെ കുടുംബക്കാരനാ, എൻ്റെ മോൻ്റെ കല്യാണം നടത്തിയവനാ, അയാളുടെ അടുത്ത് ഞാൻ പേഴ്സണലി വിളിച്ച കാര്യം നാട്ടുകാരടുത്ത് പറയേണ്ട കാര്യമുണ്ടോ, ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ, വാ നിങ്ങൾ ചോദിച്ചാട്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു കൊടുത്തങ്ങ് പൊളിച്ചു. ഇപ്പം ഈ ഓഫീസ് മാറാൻ പോവാ. ഓഫീസ് മാറുമ്പോൾ പറഞ്ഞു ശ്രീലേഖ അതോടുകൂടി നിർത്തി, നിങ്ങൾ ഓഫീസ് മാറണ്ട, ഞാൻ ഈ ക്ലോസറ്റിൻ്റെ അടുത്തിരുന്നോളാം, ഞാൻ ഈ ക്ലോസറ്റിൻ്റെ അടുത്ത് കണ്ടില്ലേ, ഈ ക്ലോസറ്റും ഒക്കെ ആയിട്ടുള്ള മുറിക്കകത്തിരുന്നോളാം, നാട്ടുകാരുടെ കാര്യം അവർ വരുമ്പോൾ ചെയ്തു കൊടുത്തോളാം, നിങ്ങൾക്ക് പ്രശാന്ത് അവിടെ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് എൻ്റെ ഒരു ബോർഡ് ഇരുന്നോട്ടെ, എന്നാലേ നാട്ടുകാരെ ഞാൻ ഉരുൾപ്പുണ്ടെന്ന് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്, അതായത് CPM-നെ അവിടെ ഈ പറയുന്നത് പോലെ ഇതാണ് CPM. പ്രശാന്ത് നിങ്ങൾ കാണുന്ന മുഖമല്ല, പൂച്ച അല്ലെങ്കിൽ മുയലിൻ്റെ മുഖമുള്ള കടുവയാണ് പ്രശാന്ത്, അല്ലെങ്കിൽ ഇത് തന്നെയാണ് പ്രശാന്ത് തുറന്നു കാണിച്ചു. പ്രശാന്തിന് പിടിച്ചിരിക്കാൻ പറ്റില്ല. പ്രശാന്ത് ഞാൻ മാറിയേക്കാം, ഞാൻ കണ്ടോ മാറുന്നു, അല്ലെങ്കിൽ ശ്രീലേഖ അവിടെ ഇരുന്നോട്ടെന്നുള്ള രീതിയിലേക്ക്. അതായത് ഈ നമ്മൾ ഇപ്പം എല്ലാവരും ചർച്ച ചെയ്യുന്നു, എല്ലാവരും പറയുന്നു, ഈ പറയുന്ന പോലെ മേയർ ആക്കിയില്ല, നാളെ കാലത്തെ BJP-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിട്ട് അവതരിപ്പിച്ചാൽ പോലും ഒരുപക്ഷെ അതിശയപ്പെടാനില്ല, അത്രയ്ക്ക് ഈ പറയുന്നത് പോലെ ഇമേജ് ഉണ്ടാക്കി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.